Hello friends, we will discuss the slice card. If you have already slice card, you can already slice in the mail. Actually, November 30th, we slice card stop. Actually, a slice card. Full details are അപ്പോൾ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൽ നമ്മളൊരു പുതിയ നമ്മുടെ ചാനൽ വഴി നമ്മൾ തുടങ്ങിയെന്ന് ചെക്ക് ഔട്ട് ചെയ്തൊക്കെ മറക്കണ്ട. നമ്മൾ ഈ ഓർഡർ ഓൾറെഡി കണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാൻ, അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അല്ലാത്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഔട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി നിങ്ങൾ സ്ലൈസ് കാർഡ് അറിയാത്തവർക്ക് ആക്ച്വലി ഒരു ക്രെഡിറ്റ് ലൈൻ കാർഡായിരുന്നു. അതായത് ബൈ നൗ പേ ലേറ്റർ കാർഡായിരുന്നു. അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് ലൈൻ തന്നിട്ട് നമുക്കത് ഒരു മാസത്തിൽ തന്നെ ബില്ല് തിരിച്ചടയ്ക്കാൻ പറ്റാവുന്ന ഒരു PPI കാർഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും റീസെൻ്റ്ലി RBI അതിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത് ഫുള്ളി ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവർ ആക്ച്വലി അതൊരു പുതിയ കാർഡ് സിസ്റ്റത്തിലേക്ക്, അതായത് എന്താ വെച്ചാൽ അവർ ബിസിനസ് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങിയതാണ്. എന്താ വെച്ചാൽ സ്ലൈസ് കാർഡും യൂണിക്കാർഡൊക്കെ പുതിയൊരു കമ്പനിയാണ്. അവർക്ക് ഈ ഒരു ബിസിനസ് മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇത് ഫുള്ളി ക്ലോസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ലോസിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്താ പറയുക ഈ PPI കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ കാർഡ് അവർ ഒരു പ്രീപെയ്ഡ് കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്ലൈസ് കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രീപെയ്ഡ് കാർഡാണ്. അപ്പോൾ എന്താണ് പ്രീപെയ്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ഒരു Paytm വാലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വാലറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ വാലറ്റിലുള്ള പൈസ നമുക്ക് കൊണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് കാർഡൊക്കെ ഇല്ലേ, നമ്മൾ ഫോറസ്റ്റ് കാർഡിലേക്ക് എങ്ങനെയാണ് ഫോറസ്റ്റ് കാർഡിലേക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ പൈസ ആഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആ കാർഡ് കൊണ്ട് ഉപയോഗിക്കാം. അതേ സിസ്റ്റം തന്നെയാണിത്. നമ്മുടെ സ്ലൈസിൻ്റെ ഒരു മിനി അക്കൗണ്ട് ആക്ച്വലി ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്, UPI മിനി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ വാലറ്റ് പോലെ നമുക്ക് അതിൽ ക്യാഷ് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ കാർഡ് നമുക്ക് ആ വാലറ്റിൽ എത്ര കാശ് ഉണ്ടോ നമുക്ക് ഈ കാർഡ് കൊണ്ടോട് ഉപയോഗിക്കാം. അതിന് നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും ചെയ്യാം. അപ്പോൾ ഇതൊരു നോർമൽ പ്രീപെയ്ഡ് കാർഡായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ പോയി നിങ്ങളിപ്പോൾ സ്ലൈസിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി പണ്ടൊക്കെ അതിന് എന്താ പറയുക ഓൾട്ടർനേറ്റീവ് ടു ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെയാണ് പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പേര് ആകെ മാറിയിട്ടുണ്ടായിരുന്നു. സ്ലൈസ് എന്ന് പറഞ്ഞിട്ട് വേറെ പേരെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രീപെയ്ഡ് കാർഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് സംഭവം ഫുള്ളി മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കുള്ള സംശയമാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എന്താ പറയുക സ്ലൈസിൽ EMI കാര്യമുള്ള കാര്യം എടുത്തിട്ടുണ്ട്, അത് കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ആ ക്യാഷൊക്കെ നിങ്ങൾ ഓൾറെഡി തിരിച്ചടക്കാനുണ്ട്. അത് വെച്ചിട്ട് ഇത് ഫുള്ളി ക്ലോസ് ഡൗൺ ചെയ്യാൻ വിചാരിച്ചിട്ട് ഈ ക്യാഷ് തിരിച്ചടക്കാനാന്നുള്ള പരിപാടിയൊന്നും ഇല്ല. ക്യാഷ് തിരിച്ചടക്കാനുള്ളവർക്ക് തന്നെ അതേപോലെ തന്നെ അതേ നോർമൽ പോലെ തന്നെ അടക്കേണ്ടി വരും. അത് അടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സിബിൽ പോലെ സിബിലിക്ക് റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഔട്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ ക്ലോസ് ഡൗൺ ചെയ്യാൻ വിചാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ക്യാഷ് അടക്കേണ്ടാന്ന് വിചാരിക്കേണ്ടായിരിക്കും. അത് കുറേ പേര് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്കറിയാം യൂണിക്കാർഡും ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു റീസെൻ്റ്ലി ഇപ്പോൾ ഒരു എന്താ പറയുക ടെമ്പററി പർപ്പസിന് അത് കുറേ പേർക്ക് ആക്ടിവേറ്റും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് കുറേ പേര് സംശയം ചോദിച്ചാണ് സ്ലൈസ് കാർഡ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ലൈസ് അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സെറ്റിംഗ്സിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് ക്ലോസ് ചെയ്തു. നമ്മുടെ എന്താ പറയുക ഞാൻ ആക്ച്വലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചാൽ മതി. അവരുടെ കസ്റ്റമർ കെയർ ഇമെയിലേക്ക് ഞാൻ ഇമെയിൽ ID കൊടുക്കാം അവർക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു ഇമെയിൽ അയക്കഴിഞ്ഞാൽ എനിക്ക് സ്ലൈസ് അക്കൗണ്ട് ഇനി വേണ്ട, നമുക്ക് ക്ലോസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു റീസൺ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വരും. ആ മെയിൽ ഞാൻ കൂടെ കാണിക്കാം. എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്, അവർക്ക് വന്ന മെയിലൂടെ കാണിക്കാം. അപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ യെസ്ന്നും കൂടി തിരിച്ചയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഫുള്ളി ഡിലീറ്റ് ചെയ്ത് കളയട്ടാ. അപ്പോൾ നിങ്ങൾക്ക് പ്രീപെയ്ഡ് അക്കൗണ്ട് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീപെയ്ഡ് കാർഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. വന്നെങ്കിൽ അവരെ ആപ്പിൻ്റെ ഉള്ളിൽ സെറ്റിംഗ്സ് പേജ് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് സെക്ഷനിലുണ്ട് അക്കൗണ്ട് ഡിലീഷൻ. അതിനായിട്ട് ഈസി നിങ്ങൾക്ക് ജസ്റ്റ് മെയിൽ അയക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ ID ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ ഇതിലേക്ക് നിങ്ങൾ ജസ്റ്റ് കയറി നോർമൽ ജിമെയിലിൽ മെയിൽ അയച്ചാൽ മതിയിട്ടാണ്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആക്ച്വലി ഇനി സ്ലൈസ് കാർഡ് ആവശ്യമില്ല, എനിക്ക് ക്ലോസ് ചെയ്യാനുള്ള ഐ വുഡ് ലൈക്ക് ടു ക്ലോസ് മൈ സ്ലൈസ് കാർഡ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ കൊടുക്കുക. എന്താ വെച്ചാൽ ക്യാഷ് ബാക്ക് ഇല്ല എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ നിർത്തിയതുകൊണ്ട് ഇനി ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊടുത്തിട്ട് നമുക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ സംഭവം ക്ലോസ് ചെയ്യാൻ. വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലോസ് ചെയ്യാന്ന് ചോദിച്ചാൽ കുറേ പേര് നമുക്ക് എന്താ പറയുക കമൻസും മെസ്സേജും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സംഭവം ഇതുകൂടെ നമ്മുടെ ഈ വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു വീഡിയോ ഒന്നും ഇല്ല. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇമെയിലൊക്കെ വേണ്ട, വേറെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി അക്കൗണ്ട് ക്ലോസിങ് റിക്വസ്റ്റ് അയച്ചിട്ട് അതിൻ്റെ മെയിൽ വന്നാൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ മെയിലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങളിവിടെ കണ്ടായിരിക്കും, ഞാൻ അവിടെ ഇനിയും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ തിരിച്ച് നമുക്ക് വരിക. അത് നമ്മൾ ജസ്റ്റ് ഒരു കൺഫർമേഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി അക്കൗണ്ട് ക്ലോസിങ് ഡിലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു മെയിൽ വരും. അപ്പോൾ അത്രയുള്ള സംഭവം
പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓൾറെഡി നിങ്ങൾ സ്ലൈസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് കാർഡ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രീപെയ്ഡ് കാർഡായിട്ട് ക്ലോസ് ചെയ്യാണ്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി പുതിയ ആൾക്കാർക്ക് പ്രീപെയ്ഡ് കാർഡ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എടുക്കാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ നമ്മുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നോർമലായിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് അതിപ്പോൾ പറ്റുന്നില്ല. ഇപ്പോൾ അത് ആക്ച്വലി അത് ഫുള്ളി ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് പ്രീപെയ്ഡ് കാർഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ പ്രീപെയ്ഡ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ പൈസ ആഡ് ചെയ്തിട്ട് നമ്മൾ കാർഡ് ഉപയോഗിക്കുമ്പോൾ 2% നോർമൽ നമ്മുടെ സ്ലൈസ് കാർഡിൽ കിട്ടുന്നത് പോലെ തന്നെ 2% ക്യാഷ് ബാക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സ്ലൈസ് കാർഡിൻ്റെ പുതിയ അപ്ഡേറ്റ്. അപ്പോൾ അത് സ്ലൈസ് കാർഡ് പുതിയൊരു കാർഡായിട്ടുണ്ട്. ഒരു എന്താ പറയുക, വെർഡിക്റ്റ് ലാസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പ്രീപെയ്ഡ് കാർഡായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് ലൈൻ കാർഡിൽ നിന്ന് മാറി ഒരു പ്രീപെയ്ഡ് നോർമൽ ഒരു പ്രീപെയ്ഡ് കാർഡായിട്ട് മാറിയിട്ടുണ്ട്. അത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.